പ്രഥമ രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഉടയവനായ എനിക്ക് ഒരുക്കിയ വലിയ സാവകാശത്തിനായിട്ട് ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു മുൻപും പല പ്രാവശ്യവും ഈ സഭയോടുള്ള ബന്ധത്തിൽ കടന്നുവന്ന് പലപ്പോഴും ഈ പഠിപ്പിച്ച് ഉപയോഗിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ സ്വർഗത്തിൽ ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ ഈ സഭയോടുള്ള ബന്ധത്തിൽ വളരെ കൃത്യമായ ഒരു ആത്മീയ ബന്ധം കഴിഞ്ഞ നാളുകളിൽ പുലർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. മൈലത്തുള്ള ദൈവ സഭയോട് ചേർന്ന് ബ്രദറൻ സഭയോട് ചേർന്നാണ് കർത്താവിനെ ആരാധിച്ച് പോരുന്നത് കുടുംബമായി. അങ്ങനെയെങ്കിൽ ഒരു ബ്രദറൻ യുവാവ് എങ്ങനെ ഒരു ബാപ്റ്റിസ്റ്റ് കോൺഫറൻസിന് പ്രസംഗിക്കുവാൻ നിൽക്കും എന്ന് ഒരു ചെറിയ ആശ്ചര്യം എനിക്കുമുണ്ട്. കഴിഞ്ഞ 2 മാസം മുൻപാണ് ഞാൻ എൻ്റെ കുഞ്ഞിന്റെ ഒരു പ്രയാസത്തോട് ബന്ധത്തിൽ ഹോസ്പിറ്റലിൽ നിന്നപ്പോഴാണ് ഇവിടുത്തെ കർത്തൃദാസൻ ജോർജ് ജോഷി പ്രിയ പാസ്റ്ററെ വിളിക്കുന്നത്. മെയ് മാസം 15 മുതൽ 3 ദിവസം ഈ സ്ഥലം സഭയിൽ വെച്ച് രാത്രി യോഗങ്ങൾ, സുവിശേഷ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിന് കടന്നു വരണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ വരാം എന്ന് പറയുവാൻ കഴിയാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് 15-ാം തീയതി ദൈവവചനം ശുശ്രൂഷിക്കണം എന്ന് താന് ആവർത്തിച്ചൊന്നുകൂടെ പറയുവാനിടയാണ്. ഞാൻ വളരെ ആശ്ചര്യത്തോടുകൂടെയാണ് ദൈവികമായ ശുശ്രൂഷയുടെ കാര്യം കേൾക്കുവാൻ ഇടയായി തീർന്നു. എനിക്ക് സഭ്യമായുള്ള ബന്ധം പ്രിയ പാസ്റ്റർ ഓർപ്പിച്ചു. അതുകൊണ്ട് ഇനി ആ നിലയിൽ എന്നെ പരിചയപ്പെടുത്തുവാനായിട്ട് ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് രാത്രി എന്നെ വിശ്വസ്തനും നൽകി ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ച സ്വർഗത്തിലെ ദൈവത്തിന് ഞാനെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഈ മരക്കുളം ദൈവസഭയോടുള്ള ബന്ധത്തിൽ സഭയായി നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിലും ദൈവവചന ശുശ്രൂഷയ്ക്ക് അവസരം തന്നതോർത്ത് ഇവിടെയുള്ള കർത്തൃദാസൻ ജോർജ് ജോഷി പാസ്റ്ററോടും ഇവിടെയുള്ള എല്ലാ ദൈവജനത്തോടും ദൈവനാമത്തിൽ അകമഴിഞ്ഞതായ നന്ദി ഞാൻ പ്രാരംഭമായി തന്നെ ഓർപ്പിക്കുകയാണ്. അനുഗ്രഹീതമായ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും പല സമയത്തും പ്രിയ കർത്തദാസൻ രജി സഹോദരന്റെ ഗാനങ്ങൾ കേൾക്കുവാനും ഓൺലൈൻ മീഡിയയിൽ കൂടെയും നേരിട്ടും ശ്രമിക്കുന്നതിനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അനുഗ്രഹീതമായ നിലയിൽ ആ ഗാനങ്ങൾ ദൈവദാസനിലൂടെയും മകളിലൂടെയും കേൾക്കുവാനിടയായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ വാസ്തവമായി അത് ആസ്വദിക്കുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ശ്രീ നരപതി എന്നുള്ള ഗാനം എനിക്കൊരു കുഴപ്പമുള്ള പാട്ട് കേൾക്കുമ്പോൾ അത് കൂടെ പാടുന്ന വിശ്വാസങ്ങളുടെ വായ അടങ്ങിയിരിക്കുകയും ഞാനും ഇവിടെ ഇരുന്ന് അത് ചേർന്ന് പാടുകയായിരുന്നു. പാടിയ ആ ഗാനങ്ങളൊക്കെ നമുക്ക് വളരെ സുപരിചിതമായ ഗാനങ്ങളാണ്. മകൾ പാടിയതൊക്കെ പുതിയ പാട്ടുകളാണ്. രണ്ടുപേർക്കും കർത്താവ് വളരെ ദൈവകൃപ, നല്ല ശ്രുതി മധുരമായി പാടുവാനുള്ള ശബ്ദം നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. കർത്താവിന്റെ നാമമഹത്വത്തിനായി തുടർന്നും അത് വിനിയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, തുടർന്ന് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നേക്കാൾ യോഹന്നാൻ പറഞ്ഞതുപോലെ എന്റെ പിന്നാലെ വരുന്നവർ എന്നിലും വലിയവരാണ്. നാളെയും മറ്റന്നാളും
ഈ രാത്രി യോഗങ്ങൾ ഇവിടെ തുടരും. അവരിൽ ആരിലും ഞാൻ ശ്രേഷ്ഠനല്ല. യാതൊരു യോഗ്യതയുമില്ലാത്ത എന്നെ സ്വർഗത്തിലെ ദൈവം ഈ നിലയിൽ രാത്രി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ഇവിടെ നിർത്തിയതോർത്ത് ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. എന്നിൽ ശ്രേഷ്ഠരായ ധാരാളം ദൈവദാസന്മാർ, എനിക്ക് ധാരാളം മുഖപരിചയമുള്ള അനേകർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. എല്ലാവരെയും ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാല് പ്രിയ ദൈവദാസന്മാരോ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു ചിന്തയും എന്നെ ഭരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ശങ്കയില്ല. എന്നാൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഇന്ന് രാത്രി ശബ്ദ പരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ കേൾവിക്കാർക്കും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ഊർജം ലഭിക്കും. അതെനിക്കും ലഭിച്ചു. ദൈവദാസന്മാർക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. തുടർന്നു ദൈവജനത്തിൽ വിലയേറിയ പ്രാർത്ഥന ഞാൻ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ചോദിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിന്റെ 10 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിന്റെ 10 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ആർ എന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ യെരൂശലേമിലേക്കുള്ള എഴുന്നള്ളത്താണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് കർത്താവ് കയറി യെരൂശലേമിലേക്ക് കർത്താവ് കടക്കുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യെരൂശലേമിലുള്ളവർക്ക് കർത്താവിനെ അധികം പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഈ കർത്താവ് യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, അതിന്റെ 9 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, മുൻപും പിന്നും നടന്ന പുരുഷാരും ദാവീദ് പുത്രന്റെ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. വലിയൊരു ആർപ്പുവിളിയുടെ നടുവിലാണ് യേശു കർത്താവ് യെരൂശലേമിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ വലിയ ആരവാരം, ഈ വലിയ ശബ്ദം കേട്ടപ്പോൾ അനേകർ അത് ശ്രദ്ധിക്കുവാൻ ഇടയായി തീർന്നു. അവരെല്ലാവരും ഉച്ചസ്വരത്തിൽ ഒരുപോലെ ചോദിക്കുവാൻ ഇടയായി തീർന്നു, എന്താണ് ഇവിടെ കേൾക്കുന്ന ശബ്ദം? ആരാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഇങ്ങനെ എഴുന്നള്ളി വരുവാൻ, ഇത്രയധികം ആർപ്പുവിളിയോടുകൂടെ ഈ യെരൂശലേമിലേക്ക് പ്രവേശിക്കുവാൻ ആരാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്? യെരൂശലേമിൽ ഉടനീളം ഈ ചോദ്യശകലം അലയടിക്കുവാൻ ഇടയായി തീർന്നു. ഇവൻ ആർ? യെരൂശലേമിൽ മാത്രമല്ല, യേശു കർത്താവ് ചെന്ന ഇടങ്ങളിലൊക്കെ എല്ലാവരും ഒരുപോലെ ചോദിച്ച ഒരു ചോദ്യമാണ്, ഇവൻ ആരാണ്? ഇന്ന് രാത്രി ഇവൻ ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായം അതിന്റെ 21 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ശാസ്ത്രിമാരും പരീക്ഷന്മാരും വളരെ ആവേശത്തോടെ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? അതിന്റെ 7 അധ്യായം 49 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനോടുകൂടെ പന്തിയിലിരിക്കുന്ന അനേക ജനങ്ങൾ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? 9 അധ്യായം അതിന്റെ 9 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ
ഹെരോദാവ് വളരെ ആശ്ചര്യം കൂറുമാറ് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്ന ഇവൻ ആരാണ്? അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശു കർത്താവ് ചെന്ന ഇടങ്ങളിലൊക്കെ എല്ലാവരും ഒരുപോലെ ചോദിക്കുവാൻ ഇടയായി തീർന്നു, ഇവൻ ആരാണ്? ഇവൻ ആരാണ്? ഇവൻ സാധാരണ പോലെയുള്ള ഒരു വ്യക്തി പ്രഭാവമല്ല. ഭാഷ കൊണ്ടും വേഷം കൊണ്ടും വാക്കുകൊണ്ടും വാക്ചാതുര്യം കൊണ്ടും മറുപടി കൊണ്ടും അവന്റെ ആശയങ്ങൾ കൊണ്ടും അവന്റെ സംസാരം കൊണ്ടും ഒക്കെ വ്യത്യസ്തരായിരിക്കുന്ന ഇവരാരാണ്? എല്ലാവരും ഒരേ സ്ഥലത്തിൽ ചോദിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇതുവരെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായ ഉപദേശം പഠിപ്പിക്കുന്ന ഇവൻ ആരാണ്? തത്വജ്ഞാനികളെ മിണ്ടാതെയാക്കുന്ന ഇവൻ ആരാണ്? താർക്കികന്മാരോട് സംസാരിക്കുന്ന, അവരെ തോൽപ്പിക്കുന്ന, മറുപടി പറയുന്ന ഇവൻ ആരാണ്? എല്ലാവരും ഒരേ സ്വരത്തോടെ ചോദിക്കുവാൻ ഇടയായി തീർന്നു, ഇവൻ ആരാണ്? ഇവന്റെ ചോദ്യം കേട്ട് അനേക ആശ്ചര്യം കൂറുമാറ് മടങ്ങിപ്പോയത് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? നീ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? അവൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്തധികാരം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാം. പക്ഷെങ്കിൽ അതിനു മുൻപ് ഞാനൊരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ ആ ചോദ്യത്തിന് മറുപടി തന്നാൽ ഞാൻ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാൻ വെളിപ്പെടുത്താം. അവൻ ചോദിക്കുകയുണ്ടായി, യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? ചോദ്യം കേട്ട മഹാപുരോഹിതന്മാർക്കും ജനത്തിന്റെ മൂപ്പന്മാർക്കും മറുപടിയില്ല. കാരണം എന്താ? അവിടുന്ന് വായിക്കുന്നത്, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ? സ്വർഗത്തിൽ നിന്നാണ് എന്ന് വരികിൽ നിങ്ങൾ എന്തുകൊണ്ട് യോഹന്നാനെ വിശ്വസിക്കുന്നില്ല എന്ന് യേശു കർത്താവ് മറുചോദ്യം ചോദിക്കും. ഇല്ല, അവൻ ആ യോഹന്നാന്റെ സ്നാനം മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഭയന്ന് അവർ അതും പറയുകയുണ്ടാവില്ല. നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്, അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് ഉത്തരവില്ല, മറുപടിയില്ല എന്നുള്ളതാണ്. അതുപോലെ കർത്താവ് പറയുവാനിടയായി, എന്നാൽ ഞാൻ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. അവനെ വാക്യം കൊടുക്കുവാനായിട്ട് അനേകം അവന്റെ അടുക്കൽ കടന്നു വന്നതായിട്ട് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരീശന്മാരായ ആളുകൾ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ചോദിക്കുകയുണ്ടായി, കൈസർക്ക് കര കൊടുക്കുന്നത് വിഹിതമോ? അവനെ വാക്കിൽ കൊടുക്കുവാൻ, അവനെ വാക്കിൽ പിടിക്കുവാനാണ് അവൻ കടന്നു വന്നതെന്ന് മനസ്സിലാക്കിയ കർത്താവ് അവർക്ക് മറുപടി കൊടുക്കുവാൻ ഇടയായത് നമുക്കറിയാം. നിങ്ങളൊരു നാണയം കൊണ്ടുവരുവീൻ, ഇതിലെ വേലെഴുത്തും സ്വരൂപവും ആരുടേത്? അത് കൈസരുടേത് എന്നവർ മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ മറുപടി, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. മറുപടി കിട്ടിയോ? മറുപടി കിട്ടി. വാക്കിൽ കൊടുക്കുവാനായിട്ട് സാധിച്ചോ? ഇല്ലേ, ഇല്ല. ഇതെന്ത് ഉത്തരമാണ്? ഇവനെ എങ്ങനെയാണ് പിടിക്കുവാൻ സാധിക്കുന്നത്? ഇവനെ എങ്ങനെയാണ് വാക്കിൽ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്? പാപിനിയായ ഒരു സ്ത്രീയെ ചിലർ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നു. അവരെല്ലാവരും ഒരുപോലെ അവന് മുൻപിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ യഹൂദന്മാരുടെ നിയമപ്രകാരം ഈ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതല്ലയോ? നീ എന്ന് ഉത്തരം പറയുന്നു. അവരെ വാക്കിൽ കൊടുക്കുവാൻ ചോദിച്ചവരോട് കർത്താവ് വീണ്ടും മറുപടി പറയുവാനിടയായി തീർന്നു. മറുപടി ആശ്ചര്യമായതാണ്, മറുപടി അത്ഭുതമായതാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്, തീരെ ഉദ്ദേശിക്കാത്തതാണ്. കർത്താവ് പറയുകയുണ്ടായി, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ ഒന്നാമത് കല്ലെറിയട്ടെ.
മനസാക്ഷിയുടെ ആക്ഷേപം കേന്ദ്രമായി വലിയവർ തുടങ്ങി ചെറിയവർ വരെ ഓരോരുത്തരും കല്ലും തറയിലിട്ട് അവിടം വിട്ട് പിന്മാറി പോകുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇവന്റെ വാക്ക് ആശ്ചര്യമേറിയതാണ്, ഇവന്റെ മറുപടികൾ ആശ്ചര്യമേറിയതാണ്, ഇവന്റെ ഉപദേശങ്ങൾ വ്യത്യസ്തമായതാണ്. ഇവനെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവ് ശബത്തിൽ കൈവരേണ്ട ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കപ്പെട്ടു വന്നപ്പോൾ ചിലതിനായി ചോദ്യമുണ്ടായി. ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ? കർത്താവിന്റെ മറുപടി പറഞ്ഞേ, വിഹിതമല്ലെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങളിൽ ഒരുവന്റെയാണ് ശബത്തുനാളിൽ കുഴിയിൽ വീണാൽ നിങ്ങൾ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? ചോദ്യം ചോദിച്ചത് ശബത്തിനെ എങ്ങനെ കാണുന്നു, ശബത്തിനെതിരായും സംസാരിക്കേണ്ടത് ഉത്തരം പറയാന്. പക്ഷെങ്കിൽ അവനെ വാക്കിൽ കുടിക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ഇവൻ വ്യത്യസ്തനായിരുന്നു. ഇവന്റെ ഭാഷ കൊണ്ട് ഇവൻ വ്യത്യസ്തനാണ്, ഇവന്റെ വാക്കുകൊണ്ട് ഇവൻ വ്യത്യസ്തനാണ്, ഇവന്റെ ഉപദേശം കൊണ്ട് ഇവൻ വ്യത്യസ്തനാണ്, ഇവന്റെ സന്ദേശം കൊണ്ട് ഇവൻ വ്യത്യസ്തനാണ്, ഇവന്റെ ജീവിതം കൊണ്ട് ഇവൻ വ്യത്യസ്തനാണ്. അതെ, അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ ആവർത്തിച്ച് ചോദിക്കുവാനിടയായി തീർന്നു. നമുക്ക് പിടിക്കുവാൻ കഴിയാത്ത, നമുക്ക് കൊടുക്കുവാൻ കഴിയാത്ത, നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത, നമുക്ക് മറുപടിയില്ലാത്ത, നമ്മളെ തോൽപ്പിക്കേണ്ട ഇവനാരാണ്? ഇവനാരാണ്? പ്രിയപ്പെട്ടവരെ, അവനൊരു പുതിയ ഉപദേശം പഠിപ്പിക്കുകയുണ്ടായി. യഹൂദന്മാർ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് മോശയും ന്യായപ്രമാണവും പഠിപ്പിക്കുന്ന ഉപദേശങ്ങളാണ്. കൈക്ക് പകരം കൈ, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. പക്ഷെ ഇവരോ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇവനാണ്, ഇവനെങ്ങനെയുള്ളവനാണ്? ഇവൻ ഉന്നതന്മാരുടെ പിറകെ പോകുന്നില്ല. ഇവൻ സഞ്ചരിക്കുന്നത് സാധുക്കൾക്ക് പിന്നാലെയാണ്. ഇവൻ സാധാരണക്കാർക്കൊപ്പമാണ് ജീവിക്കുന്നത്. ഇവൻ സാധാരണക്കാരോടൊപ്പം പടകിലന്ന് ഉറങ്ങുന്നവനാണ്. ഇവൻ സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നവരാണ്. ഇവൻ നായകനാവാൻ വന്നവനാണോ? ഇവൻ അധിപതിയാവാൻ വന്നവനാണോ? അങ്ങനെയെങ്കിൽ ഇവൻ എന്തുകൊണ്ട് ഉന്നതന്മാരുടെ പുറകെ പോകുന്നില്ല? ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ അധിപതികൾക്കുമൊക്കെ സ്വീകാര്യനായി തീർന്നെങ്കിൽ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. പക്ഷെങ്കിൽ ഇവൻ സഹവസിക്കുന്നത് പാപികളോടൊപ്പമാണ്. ഇവൻ സഹവസിക്കുന്നത് ചുങ്കക്കാർക്കൊപ്പമാണ്. ഇവൻ വ്യത്യസ്തനാണ്. ഇവനാരാണ്? എല്ലാവരും ഒരുപോലെ ചോദിക്കുവാനിടയായി തീർന്നു. അവരുടെ മനസ്സിലൊരു ചോദ്യം ഉയരുവാനിടയായി തീർന്നു. ഇവൻ തച്ചന്റെ മകൻ അല്ലയോ? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന്? ഇവൻ ഈ വിവേകം എവിടെ നിന്ന്? ഇവൻ ഈ ബുദ്ധി വൈഭവം എവിടെ നിന്ന്? ഇവൻ ഈ കഴിവ് എവിടെ നിന്ന്? അവരെ സൗഖ്യമാക്കുന്നല്ലോ, നമുക്കൊന്നും പറയുവാൻ സാധിക്കുന്നില്ല. ഇവനാണ്. എല്ലാവരും ഒരുപോലെ പറഞ്ഞു, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ കൊല്ലണം. ഇവന്റെ പിറകെ പോകുന്നവരെ കൊല്ലണം, അവരെ നശിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, കാലം എത്ര കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ പറയട്ടെ, യേശു ക്രിസ്തുവിനെയും അവന്റെ സന്ദേശത്തെയും കൊല ചെയ്യുവാനല്ലേ ഈ ലോകം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ കാലത്തെ അതിജീവിച്ച്, പീഡനങ്ങളെ അതിജീവിച്ച് ഈ ക്രിസ്തു മാർഗം, ആ അനുഗ്രഹീതമായ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനം ഇവന്റെ പിന്നാലെ പോകുവാൻ ഇവനാരാണ്? അവനവനെ അനുഗമിക്കുവാൻ അവനാരാണ്? ഇവന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ, ഇവന് വേണ്ടി മരിക്കുവാൻ, ഇവന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഈ ജനം തുനിയുന്നുവെങ്കിൽ
ഇവനാരാണ്? നമുക്ക് മനസ്സിലാകുന്നില്ല ഇവനാരാണ്. പ്രിയപ്പെട്ടവരെ, രാത്രി അവനാരാണെന്ന് മനസ്സിലാക്കണം. അനേകർ ഇവനെ കൊല്ലുവാൻ നോക്കി. പക്ഷേ നമ്മൾ വായിക്കുന്നത് ഉയരത്തിലെ ദൈവം അനുവാദം കൊടുക്കുന്നത് വരെ അവർക്കാർക്കും അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവം പറയുന്നത് വരെ അനേക കാര്യങ്ങൾ ചെയ്തു നോക്കി. പക്ഷെ അവർക്കാർക്കും അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ പിന്നാലെ നടക്കുന്ന അനേകരെ ജനങ്ങളെ അവർ ഉപദ്രവിച്ചില്ലേ? അനേകരെ അവർ കൊന്നില്ലേ? എന്നിട്ടും ഇവന്റെ പിന്നാലെ പോകുവാൻ ആളുകളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഈ ക്രിസ്തു മാർഗത്തിനെതിരായി എത്രയോ ഭരണാധികാരികൾ ആ അക്രമങ്ങൾ അഴിച്ചുവിടുവാനിടയായി. എത്രയോ കൊലപാതകങ്ങൾ നടത്തുകയുണ്ടായി. എത്രയോ ദാരുണമായ സംഭവങ്ങൾ ക്രിസ്തു ജനത്തിന്റെ മധ്യേ നിറവേറുവാനിടയായി തീർന്നു. എന്നിട്ടും ഇവരെ പിൻഗമിക്കുവാനാളുണ്ട്. എന്നിട്ടും ഇവരെ അനുഗമിക്കുവാനാളുണ്ട്. എന്നിട്ടും ഇവരെ പിൻപറ്റുവാനാളുണ്ട്. ഇങ്ങനെ ഇവരെ പിന്തുടരുവാൻ ഇവരാണ് പ്രിയപ്പെട്ടവരെ. സഭാപിതാവായ പോളികാർപ്പ് തന്റെ 86-ാമത്തെ വയസ്സിൽ തന്നെ ആ അഗ്നിയിൽ ദഹിപ്പിച്ചു കൊല്ലുവാൻ അദ്ദേഹത്തെ പിടിക്കുകയുണ്ടായി. രാജപ്രതിനിധിയായ ഫിലിപ്പ് ആ വന്ധ്യവയോധികനായ ആ പോളികാർപ്പിനോട് പറഞ്ഞു, ഇനി എത്ര നാളുണ്ട്? ഇപ്പോൾ ഇവരെ ത്യജിച്ചു പറഞ്ഞാൽ, ഇപ്പോൾ ഈ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ താങ്കൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിന് ആ വന്ധ്യവയോധികൻ പറഞ്ഞ മറുപടി ഹൃദയഭേദകമാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെ ചലിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 86 വർഷങ്ങളായി ഞാൻ അവന്റെ ദാസനാണ്, ഞാൻ അവനെ സേവിക്കുകയാണ്. പക്ഷെങ്കിൽ ഇതുവരെയും അവൻ എനിക്ക് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇവനെ എങ്ങനെ തള്ളിപ്പറയും? ഇവനെ അനുഗമിച്ചവർക്ക് അത് പറയുവാനായിട്ട് സാധിക്കും. ഇവൻ എനിക്ക് നല്ലവനാണ്, ഇവൻ എനിക്ക് മതിയായവനാണ്, ഇവൻ എനിക്ക് എല്ലാമാണ്, ഇവൻ എനിക്ക് ദോഷം ചെയ്യാത്തവനാണ്. ഞാൻ അവനെ എങ്ങനെ തള്ളിപ്പറയും? ഞാൻ അവനെ എങ്ങനെ ഉപേക്ഷിക്കും? ഈ ജീവനേക്കാൾ വലുത് അവനാണെന്ന് അനേകർ ചരിത്രത്തിൽ സാക്ഷ്യം പറയുവാനിടയായി. ഒഡീഷയുടെ മണ്ണിൽ കുഷ്ഠരോഗികളുടെ നടുവിൽ ദൈവസ്നേഹവുമായി കടന്നു വന്ന ഒരു അനുഗ്രഹീതനായ ദൈവഭക്തനായ ഒരു മിഷണറി ഉണ്ടായിരുന്നു, ഗ്രഹാം സ്റ്റെയിൻസ്. അദ്ദേഹത്തിന്റെ ഫാമിലി കുഷ്ഠരോഗികളോടുകൂടെ ആര് സഹവസിക്കുവാൻ ഇടയായി തീരും. എന്നാൽ ദൈവസ്നേഹത്തിൽ കുഷ്ഠരോഗികളുടെ മധ്യേ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്നാൽ സുവിശേഷ വിരോധികളായ അനേകർ അദ്ദേഹത്തെയും അദ്ദേഹത്തിന് 10 വയസ്സുള്ള ആ ഫിലിപ്പിനെയും 6 വയസ്സുള്ള ആ തിമോത്തി എന്ന തന്റെ മകനെയും ഒരു ജീപ്പിനുള്ളിൽ അർദ്ധരാത്രിയിൽ തീയിട്ട് ചുട്ടുകൊല്ലുവാനിടയായി തീർന്ന ചരിത്രം ഈ ഭാരതത്തിൽ അറിയുവാനുണ്ട്. അദ്ദേഹം തന്റെ കുഞ്ഞുങ്ങളും വെന്തു മരിച്ചു കഴിഞ്ഞപ്പോൾ കാലങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരി ഗ്ലാഡിസ് സ്റ്റെയിൻസിനോട് മാധ്യമപ്രവർത്തകൻ പ്രകാരം ചോദിക്കുവാനിടയായി, നിങ്ങളുടെ ഭർത്താവിനെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന ഈ അപരാധികളോട് നിങ്ങൾക്ക് എന്താണ് അവർക്ക് എതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? അവർ പറഞ്ഞു, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ആർക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ? ആർക്ക് സാധിക്കും? ദൈവസ്നേഹം ഉള്ളിൽ വസിക്കുന്ന ആ ദൈവഭക്ത പറയുവാനിടയായി. ഞങ്ങൾ സേവിക്കുന്ന ക്രിസ്തു ആരെയും ഉപദ്രവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല.
ആർക്കും ദ്രോഹം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. മരിച്ചവൻ ക്ഷമിക്കുവാൻ പഠിപ്പിച്ചവനാണ്, അവൻ പൊറുക്കുവാൻ പഠിപ്പിച്ചവനാണ്, അവൻ വ്യത്യസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകരെ ഈ കർത്താവിനെ സേവിച്ചത് മുഖാന്തരം ദൂഷിക്കപ്പെടുവാൻ, നിന്ദിക്കപ്പെടുവാൻ, പരിഹസിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ചരിത്രം ക്രിസ്തുമതത്തെ കൊല്ലാക്കൊല ചെയ്യുന്നതുപോലെ മറ്റൊരു മതത്തെയും മറ്റൊരു മാർഗത്തെയും ഇതുപോലെ നശിപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ. അടിച്ചവരെ ആരെയും തിരിച്ചടിച്ച ചരിത്രം ഈ ക്രിസ്തു മാർഗത്തിനില്ല. അടിച്ചവരെ ആരെയും തിരിച്ചടിച്ച ചരിത്രം ക്രിസ്തു മാർഗത്തിനില്ല. ഒരു ദൈവത്തിനെങ്കിലും പരിപാടിയായി തീർന്നു ഈ ക്രിസ്തു മാർഗം. കൊന്ന് വളർന്നതല്ല, മരിച്ച ചത്ത് വളരുന്നതാണ്. അവന് വേണ്ടി ചാവുക, അവന് വേണ്ടി മരിക്കുക, അവന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുവാൻ അവനെ അനുഗമിക്കുന്നവർ തുനിയുന്നത് എന്തുകൊണ്ടാണ്? ഇവൻ വ്യത്യസ്തനായിരുന്നു. രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ഈ വ്യത്യസ്തതയുള്ളവനാണ്. ലോകം ഒരുപോലെ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരിവനെ പിന്തുടരുവാൻ, അനേകരിവന് പിന്നാലെ പോകുവാൻ ഇവനാരാണ്? യേശു കർത്താവ് പോയിടത്തൊക്കെ ഈ ചോദ്യം അലയടിക്കുവാനിടയായി. അതിന്റെ മറുപടി യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത് നമുക്ക് സുപരിചിതമാണ്. പിന്നെ കർത്താവ് പറഞ്ഞത്, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നതാകുന്നു എന്ന് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ മറുപടി നമുക്കറിയാം. ഞാൻ ജീവന്റെ ഒപ്പമാകുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. ഞാൻ ലോകത്തിന് വെളിച്ചമാണെന്ന് കർത്താവ് പറയുകയുണ്ടായി. ഞാൻ വാതിലാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഈ ചോദ്യങ്ങൾക്ക്, ഈ ചോദ്യത്തിന് ഈ ഉത്തരം പര്യാപ്തമാണ് പ്രിയപ്പെട്ടവർ. എന്നാൽ ഇന്ന് രാത്രി യേശു കർത്താവ് പറഞ്ഞ ഉത്തരത്തിലേക്കല്ല ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് ആരാണ്? യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ കർത്താവിന്റെ അടുക്കൽ അയക്കുകയുണ്ടായി. അവരോട് ഒരു കാര്യം ചോദിച്ചു. എന്താ ചോദിച്ചേ? വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? വരുവാനുള്ളവൻ നീയാണോ? യഹൂദന്മാരുടെ പ്രതീക്ഷാ വിഷയം നീയാണോ? അഥവാ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? അതായിരുന്നു ചോദ്യം. ഞാനാണെന്ന് കർത്താവ് മറുപടി പറഞ്ഞില്ല. ഞാനല്ലെന്ന് കർത്താവ് മറുപടി പറഞ്ഞില്ല. പിന്നെ എന്താ കർത്താവ് പറഞ്ഞ മറുപടി? എന്താ പറഞ്ഞത്? കുരുടൻ കാണുന്നു, മൂഢന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എന്തെന്ന് പോയി യോഹന്നാനോട് പോയി പറയാൻ പറഞ്ഞു. എന്താ ചോദിച്ചത്? വരുവാനുള്ളവൻ നീയാണോ? വരുവാനുള്ളവൻ നീയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങള് ഈ നടക്കുന്നത് കണ്ട് വരുവാനുള്ളവൻ വരുമ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ വരുവാനുള്ളവൻ ഞാനാണ്, വരുവാനുള്ളവൻ ഞാനാണ്. അതാണ് പറഞ്ഞ മറുപടി. പ്രിയപ്പെട്ടവരെ, ചോദ്യം ചോദിച്ചവരെ കൊണ്ട് തന്നെ ഈ കർത്താവ് എന്ത് ചെയ്തു? മറുപടി പറയിക്കുവാൻ ഇടയായി തീർന്നു. ആ മറുപടിയിലേക്കാണ് രാത്രി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ പറഞ്ഞ ഒരു മറുപടിയിലേക്ക് നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം.
വായിക്കാം. യോഹന്നാൻ 3:31. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാവശ്യം കൂടെ വായിക്കട്ടെ. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സാക്ഷീകരിക്കുന്നു. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്തെന്ന് പോയി യോഹന്നാനോട് പറയുകയും യോഹന്നാന് അതിന് മറുപടി പറയുവാനിടയായി. അവനാരാ? അവൻ മേലിൽ നിന്നുള്ളവൻ, അവൻ മേലിൽ നിന്നുള്ളവൻ. കർത്താവ് ഈ ആശയം ഉറപ്പിക്കുവാനിടയായി തീർന്നത് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 23-ാം വാക്യത്തിലാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവൻ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഉള്ളവനല്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആരാണ്? ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. യോഹന്നാൻ ശ്രാവകൻ അതിന് മറുപടി പറയുകയുണ്ടായി. അവൻ മേലിൽ നിന്ന് ഉള്ളവൻ. ദൈവത്തിന് സ്തോത്രം. അവൻ മേലിൽ നിന്നുള്ളവൻ, മേലിൽ നിന്നുള്ളവൻ എന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവ് നിങ്ങളെല്ലാവരും കീഴിൽ നിന്നുള്ളവർ, അർത്ഥാൽ നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, നിങ്ങൾ മണ്ണിൽ നിന്നുള്ളവർ, നിങ്ങൾ പൊടിയിൽ നിന്നുള്ളവർ, നിങ്ങൾ ലോകത്തിൽ നിന്നുള്ളവർ. നിങ്ങളെ നമ്മൾ വായിക്കുന്നത് അവരെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു. അപ്പോൾ അവനാരാ? മനുഷ്യനാരാ? ഭൂമിയിൽ നിന്നുള്ളവൻ, ലോകത്തിൽ നിന്നുള്ളവൻ, മണ്ണിൽ നിന്നുള്ളവൻ, കീഴിൽ നിന്നുള്ളവൻ. അതാണ് നമ്മുടെ പ്രത്യേകത. പക്ഷെ അവനാരാ? അവൻ മേലിൽ നിന്നുള്ളവനാണ്, മേലിൽ നിന്നുള്ളവനാണ്. അവനെ കുറിച്ച് മാത്രമേ മേലിൽ നിന്നുള്ളവരെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ ഇവിടെ പറയുന്നുണ്ട് മേലിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞിട്ട് അതിന് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. മേലിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നുള്ളവനാ? സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. സ്വന്തം സ്വർഗത്തിൽ നിന്നുള്ളവൻ. എല്ലാം നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനത്തിൽ 115-ാം സങ്കീർത്തനം അതിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സ്വർഗം യഹോവയുടെ. സ്വർഗം പിന്നെ ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ളവർ ഒരുവരെയുള്ളൂ. നാം എല്ലാവരും ഭൂമിയിൽ നിന്നുള്ളവരാണ്. അവൻ സ്വർഗത്തിൽ വസിക്കുന്നവനാണ്, അവൻ സ്വർഗത്തിൽ ആവസിക്കുന്നവനാണ്. നമ്മളെല്ലാവരും മണ്ണിൽ നിന്നുള്ളവർ. ഈ 8-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അതിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വന്നാൽ അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ലോകത്തിൽ നിന്നുള്ളവർ, താൻ ഭൂമിയിൽ നിന്നുള്ളവർ. എന്താ നിങ്ങളുടെ പ്രത്യേകത? ആകയാൽ നിങ്ങളുടെ പാവങ്ങളിൽ നിങ്ങൾ മരിക്കും. എന്താ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രത്യേകത? നമ്മളെല്ലാവരും മരിക്കുന്നവരാണ്, മരണത്തിന് അധീനരാണ്. ഇതൊന്നും മണ്ണിൽ നിന്നെടുത്തതാണ്. ഇതൊരിക്കൽ മണ്ണിനോട് തിരികെ ചേർക്കുവാനുള്ളതാണ്. എന്നാൽ ദൈവം ഉയർപ്പിച്ചവനോ സ്തോത്രം. ദ്രവത്വം കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവനെ മരണത്തിനടക്കി വെക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്താ പ്രത്യേകത? അവൻ മേലിൽ നിന്ന്, അക്കാൽ സ്വർഗത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു. നമ്മളെല്ലാം മരിച്ച് മൺമറഞ്ഞ് ഈ മണ്ണിനോട് ചേരാനുള്ളവരാ. മനുഷ്യന്റെ ജീവിതം എത്രയോ ഹ്രസ്വമാണ് പ്രിയപ്പെട്ടവരെ. സങ്കീർത്തനക്കാരൻ പറയുക, നമ്മുടെ ആയുസ് വയലിലെ പോലെയാകുന്നു, പൂ പോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ്
വാടിപ്പോകുന്നു. നമ്മുടെ ആയുഷിനെ പറ്റി മോശ സങ്കീർത്തനത്തിൽ പറയുകയാണ്, നമ്മുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയായാൽ അത് കഴിയുമ്പോൾ നാം എല്ലാവരും ഇവിടം വിട്ടുപോയേ മതിയാകുള്ളൂ, മരിച്ചേ മതിയാകുള്ളൂ. ഇത് മരണത്തിന് അധീനമായ ശരീരമാണ്. എന്താ അവന്റെ പ്രത്യേകത? അവൻ മേലിൽ നിന്നുള്ളവനാകൊണ്ട്, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാകൊണ്ട് അവന് മരണമില്ല. പ്രിയപ്പെട്ടവരെ, അവൻ മരണത്തിന് അധീനനാണ്. മരണം അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. അവൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, മേലിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരാശയം എന്താണ്? അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ആ മേലിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നവനാണ്. അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. എന്നാ ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, അപ്പോൾ അവന്റെ അവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? അവൻ ദൈവത്തോട് ഒപ്പമിരുന്നവനാണ്, അവൻ ദൈവത്തോട് സമത്വമുള്ളവനാണ്, അവൻ ദൈവത്തോട് സമനായിരുന്നവനാണ്. അത്താൽ അവൻ ദൈവമായിരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചോദിച്ചില്ല യേശു ക്രിസ്തു ആരാണെന്ന്? യേശു ക്രിസ്തു മാത്രം മേലിൽ നിന്നുള്ളവൻ. അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. മേലിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. അവന് സൗഖ്യം നൽകിയിട്ട് അവന്റെ എതിരായിട്ട് നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവരൊക്കെ അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഭാഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശു കർത്താവിനെ എങ്ങനെയെങ്കിലും പിടിക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞു പാപിയാണ്. അവൻ പറഞ്ഞു പാപിയാണ് എന്നൊന്നും ഞാൻ അറിയുന്നില്ല. അതിന്റെ ആ താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവൻ സുവിശേഷം 9-ന്റെ 33-ാം വാക്യം ശ്രദ്ധിക്കാം. 33-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവരൊന്നും ചെയ്യുവാൻ, ഓ സ്തോത്രം, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലായിരുന്നുവെങ്കിൽ അവരൊന്നും ചെയ്യുവാൻ കഴിയില്ലായിരുന്നു. ചരിത്രത്തിൽ അനേകർക്ക് അവൻ രൂപാന്തരം വരുത്തിയിട്ടുള്ളവരാണ്. ആ ആഫ്രിക്കയുടെ ആ ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് അവൻ കടന്നു ചെല്ലുകയുണ്ടായി. അവൻ പച്ച മനുഷ്യരെ തിന്നുന്ന നരഭോജികളെ നരശ്രേണികളാക്കി തീർന്നവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലായിരുന്നെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ അവനെ സേവിക്കുന്നതെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നതെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഞങ്ങൾ അവനെ പാടുന്നതെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഞങ്ങൾ അവനെ ആരാധിക്കുന്നതെന്നറിയാമോ? അവന് ചിലത് ചെയ്യുവാൻ സാധിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ അവൻ മാറ്റം വരുത്തുകയുണ്ടായി. കാരണം അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. അവന് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുവാൻ കഴിയും. അവന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവൻ ആരാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തോട് സമനായിരുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ കുറിച്ച് അവൻ മേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാശയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, അവൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നവനാരാ? പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നവൻ പുത്രനാ. അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ആരാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അവൻ പിതാവിന്റെ മഹിമാ സന്നിധാനം വിട്ട് ഇറങ്ങി വന്നവനാണ്. ആരെ ഞാൻ അയക്കേണ്ടു
ഉള്ളൂ, ആരെനിക്കായി പോകും? ദൈവസന്നിധിയിൽ ഈ ശബ്ദം മാറ്റൊലിടുവാനിടയായി തീരുമ്പോൾ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവരെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാനോ ആർക്കും ഒരുനാളും സാധിക്കില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല. ആർക്കും സാധിക്കാത്തത് സാധിപ്പാൻ, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാവജഗത്തിന്റെ സാദൃശ്യത്തിൽ പാവനിമിത്തവും ദൈവത്തിന് സ്തോത്രം ഈ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായി. അവൻ മേലിൽ നിന്നുള്ളവനാ പ്രിയപ്പെട്ടവരെ, മേലിൽ നിന്ന് വന്നവൻ ഒരുവനേ ഉള്ളൂ. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. അവൻ ദൈവമായിരുന്നവനാ. അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു, ദൈവപുത്രനായിരുന്നു. അവൻ നമുക്ക് വേണ്ടി സ്വർഗമഹിമാധനം വെടിഞ്ഞവനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ താഴ്ചയുള്ളവരെ സ്തോത്രം സ്നേഹിക്കുന്ന, ഓർക്കുന്ന, കടാക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എന്താ നമ്മൾ വായിക്കുന്നത്? അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരായി തീരുക. ദൈവത്തിന്റെ സ്തോത്രം. സർവസമ്പന്നനായ സ്വർഗത്തിലെ ദൈവം സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താഴഭൂമിയിലേക്ക് എന്നെ സമ്പന്നനാക്കുവാൻ അവൻ ദരിദ്രനായി ഇറങ്ങി വരുവാനിടയായി തീർന്നു. അവന്റെ താഴ്ചയുടെ 7 പടികൾ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ദാസനായി തീർന്നു, അവൻ മനുഷ്യനായി തീർന്നു, അവൻ തന്നെ താഴ്ത്തി, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മധ്യസ്ഥനായിരിക്കുന്ന അറിയാമോ? ഭൂമിയിൽ നിന്നുള്ളവന്റെ പ്രത്യേകത. നമ്മളെല്ലാം ജോലി ചെയ്യുന്നതിനാണ് മേളിലോട്ട് പോകാന. 10 വർഷം ജോലി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 5 വർഷം ജോലി ചെയ്താൽ നമുക്ക് എന്താ വേണം? പ്രമോഷൻ വേണം. എന്ന് വെച്ചാൽ മേപ്പോട്ട് പോകണമെന്ന് നമ്മളാരും കീഴ്പോട്ട് പോകാൻ ജോലി ചെയ്യുന്നതല്ലേ. മക്കളെ നിങ്ങൾ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാ പിള്ളേർ പറയുമ്പോ ഞാൻ കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിലായിരുന്നു, അടുത്ത വർഷം എനിക്ക് 5ാം ക്ലാസ്സിലോട്ട് അല്ലല്ല മോളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാ മനുഷ്യരല്ല. പക്ഷേ ഇവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവൻ സ്വർഗത്തിന് മീതെ വസിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം വായിക്കുന്നത്. അവൻ പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ തീർന്നില്ല. അടുത്തത് സ്വർഗത്തെക്കാളും ദൈവത്തിന് സ്തോത്രം. അവരെ ഇനി ഉയർത്താനായിട്ട് മേളി സ്ഥലമൊന്നും ഇല്ല. അവനത്രമാത്രം ഉയർന്നവനാണ്, അവനത്രമാത്രം ഉന്നതനാണ്. പക്ഷെങ്കിൽ ഉന്നതനെങ്കിലും അവൻ താഴ്മയുള്ളവരെ ദൈവത്തിന് സ്തോത്രം കടാക്ഷിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നത്. ഈ ഗുഫയിൽ കിടന്ന ഈ സാധുവായ എന്നെ അവൻ തിരഞ്ഞെടുക്കുവാനിടയായി. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി സ്തോത്രം. സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഈ സാധുവിന്റെ നിലവിളി കേട്ടെന്ന് സർവസമ്പന്നനായ ദൈവം സമ്പത്ത് ഒഴിഞ്ഞു വെച്ചിട്ട് അവരെ കുറിച്ച് വായിക്കുന്ന തന്നെ താൻ ഒഴിച്ചു. ഇംഗ്ലീഷ് വായിക്കുന്നത് അവൻ തന്നെ താൻ ഒഴിച്ചു, അവൻ തന്നെ താൻ തീർത്തു, അവൻ തന്നെ താൻ ഇല്ലാതാക്കി. തന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നന. അങ്ങനെയുള്ള സമ്പന്നനെ നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടാ ഞങ്ങൾ അവൻ മേലിൽ നിന്നുള്ളവനെന്ന് പറയുന്നത്? ഇതുകൊണ്ട് ലോകത്തിൽ ഒരു സമ്പന്നനും സ്വയം ദരിദ്രനായി മറ്റൊരുവരെ സമ്പന്നനാക്കിയ ചരിത്രം ഭൂമി മലയാളത്തിലില്ല, ലോക ചരിത്രത്തിലില്ല. ചിലപ്പോ ഇച്ചിരിയൊക്കെ കൊടുക്കുമായിരിക്കും. നല്ല ദാനധർമ്മം ചെയ്യുന്നവരും
കുറച്ചൊക്കെ കൊടുക്കുമായിരിക്കും, 50% കൊടുക്കുമായിരിക്കും. മരണശേഷമൊക്കെ ഈ അനാഥാലയത്തിൽ എന്ന് പറഞ്ഞ് എഴുതി വെക്കേണ്ടവരും കാണും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവമുണ്ടല്ലോ, അവന്റെ സ്വർഗത്തിലെ സർവ സമ്പത്താണ് നമുക്ക് തന്നത്. സ്തോത്രം. അവനാരാ? ദൈവപുത്രന പറഞ്ഞു തീരാത്തതാണ് നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഞങ്ങളിത് പറഞ്ഞാൽ തീരുകയില്ല പ്രിയപ്പെട്ടവരെ, ഞങ്ങളിത് പ്രസംഗിച്ചാൽ തീരുകയില്ല, ഞങ്ങളിത് പാടിയാൽ തീരുകയില്ല. അതുകൊണ്ട് കാലം ഇത്രയായിട്ടും ഈ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവൻ സർവസമ്പത്ത് എനിക്ക് വേണ്ടി വച്ചു തന്നവനോ, എനിക്ക് വേണ്ടി വച്ചു തന്നവനോ അവൻ മേലിൽ നിന്ന്, സ്തോത്രം, അവൻ മേലിൽ നിന്ന് ഉള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 18-19 വാക്യത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 18-19 വാക്യം. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നെന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാർ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നെന്ന് നാം ഉത്തരം പറഞ്ഞു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഒരു കാര്യം ആരായുകയും, എന്താ കർത്താവിന് അറിയേണ്ടത്? പുരുഷാരമേ ആരെന്ന് പറയുന്നു? ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റതാണ് നീ എന്നാണ് ചിലർ പറയുന്നത്. ചിലർ പറയുന്നത് അവൻ ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ടതുകൊണ്ട് ഇവർ ഏലിയാവായിരിക്കുമോ എന്ന് സംശയം ഉന്നയിക്കുന്നതും ഇല്ലാതെയില്ല. മറ്റു ചിലർ പറയുന്നത് ഇവൻ പുരാതന പ്രവാചകന്മാരിൽ ആരോ ഒരുവൻ ഉയർത്തെഴുന്നേറ്റതാണ്, അല്ലെങ്കിൽ അതുപോലെ വന്ന ഒരു പ്രവാചകൻ. പുരുഷാരത്തിന് ഇതുവരെ കർത്താവ് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, ചിലര് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവനൊരു നല്ല ഗുരുവാണെന്ന് പറയുന്നവരുണ്ട്, അവനൊരു നല്ല ഗുരുവാണെന്ന് പറയുന്നവരുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാ, ഞാന് ഗുരുവായതുകൊണ്ട്, ഗുരുവും കർത്താവും ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ്, ശരിയാ, അവൻ ഗുരുവായിരുന്നു. ചിലര് പറയുന്നത് അവനാരാ? രോഗസൗഖ്യം നൽകുന്നവനാണ്, രോഗസൗഖ്യം നൽകുന്നവനാണ്. ഒത്തിരി പേർക്ക് എന്താ ആവശ്യം? രോഗസൗഖ്യം ആവശ്യം. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒത്തിരി നമ്മൾ വായിക്കുന്നത് നാനാവിധ വ്യാധികളാൽ വലഞ്ഞവൻ ചെയ്തു സൗഖ്യം പ്രാപിക്കുവാൻ അവന്റെ അടുക്കൽ വരുവാനിടയായി തീർന്നു. ചിലർക്ക് അവൻ രോഗസൗഖ്യം നൽകുന്നവനാണ്, ചിലർക്ക് അവനാരാണെന്ന് അറിയാമോ? ചിലർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇവന്റെ അടുക്കൽ ചെന്നാൽ നല്ല ആഹാരമൊക്കെ കിട്ടും, ചിലർക്ക് ഇവൻ ആഹാരം നൽകുന്നവനാ. കർത്താവ് തന്നെ എന്ന് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് വചനം കേട്ടതുകൊണ്ടോ അതിന്റെ സന്തോഷം അനുഭവിച്ചതുകൊണ്ടൊന്നുമല്ല വന്നത്, പിന്നെയോ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടാണ്. ആ അപ്പം കിട്ടാൻ വേണ്ടിയാ നിങ്ങൾ പിന്നെ വന്നത്. പ്രിയപ്പെട്ടവരെ, ചിലർ യേശു കർത്താവിനെ അനുഗമിക്കുന്നത് അപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അതല്ലേ പറയുന്നത്, നിങ്ങൾക്ക് പോരെ, നിങ്ങൾക്ക് വേണ്ടുന്നോടല്ലോ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തു ഏച്ചിയൻ കൗണ്ടറാണോ പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തു ആഹാരം നൽകുന്നവരല്ല, യേശു ക്രിസ്തു രോഗസൗഖ്യം നൽകുന്നവരല്ല, യേശു ക്രിസ്തു കേവലം ഒരു ഗുരുവല്ല. ചിലർ പറയുന്നത് അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നവരാണെന്നാണ്. ഒരിക്കൽ ഹെരോദാവിന്റെ അടുക്കലേക്ക് ഈ യേശു കർത്താവിനെ എന്ത് ചെയ്തു?
അവരെ പിടിച്ചതിന് ശേഷം അയക്കുവാനിടയായി. സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് വായിക്കണ്ട. ഏതോ വിചാരിച്ചത് ഒത്തിരി നാളുകളായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ഇപ്രാവശ്യം ഇവിടെ വരികയാണ്. ഞാനിവൻ പോകണ്ട, ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് കാണാം? പല അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണാമെന്ന് അവൻ പ്രത്യാശിച്ചെന്ന്. ചിലരിവനെ അനുഗമിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ്. ചിലരിവനെ അനുഗമിക്കുന്നത് ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല യേശു ക്രിസ്തു. അവൻ ആഹാരം തരും, ശരിയാ. അവൻ രോഗസൗഖ്യം തരും, ശരിയാ. അവൻ നല്ല ഉപദേശം പഠിപ്പിക്കുന്നവനാ, ശരിയാ. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തവനാ, ശരിയാ. പക്ഷേ അവൻ ഇതിനൊന്നുമല്ല ഇവിടെ വന്നത്. ചോദിച്ച പുരുഷാരം പന്തിയിലിരുന്ന ഒരു മറുപടി അവന് തന്നെ പറയുവാനിടയായി. ഞാൻ നേരത്തെ ആ വാക്യം ഉദ്ധരിക്കുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 48-49 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം പിന്നെ അവൻ അവനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് കൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. ശിമോന്റെ വീട്ടിൽ കർത്താവ് വന്നിരിക്കുക, വിളിച്ചേച്ച് ആഹാരം കഴിക്കാൻ വന്നിരിക്കുക. അവിടെ ഒരു പാപിനിയായ സ്ത്രീ വന്നെന്ന് ആ സ്ത്രീ എന്ത് ചെയ്തു? വിലയേറിയ സ്വച്ഛ ജലവാംശതൈലം യേശുവിന്റെ കാൽക്ക് ഒഴിച്ച് തലമുടി കൊണ്ട് തുറക്കുവാനിടയായി തീർന്നു. ആ പാപിനിയായ സ്ത്രീയെ നോക്കി കർത്താവ് പറഞ്ഞ വാക്കാണ് വായിക്കുന്നത്. അവനെന്താ പറഞ്ഞേ? സ്ത്രീ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ഉടനെ പന്തിയിലിരുന്നവന് ചോദിച്ചേ, പാപമോചനവും കൂടെ കൊടുക്കുന്ന ഇവൻ ആ മറുപടി വന്നെന്ന് ചോദിച്ചവൻ തന്നെ മറുപടി പറഞ്ഞു. ഇവൻ ആരാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. ഇവന്റെ പക്കൽ പാപമോചനമുണ്ട്. ഇവൻ പാപമോചനം നൽകുന്നവനാണ്. ഇവൻ മേലിൽ നിന്ന് വന്നവനാണ്. മാത്രമല്ല ഇവൻ പാപമോചകനാണ്. ഇവൻ പാപമോചകനായി കടന്നു വന്നവനാണ്. ഇവൻ അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ വായിക്കുന്നത്? തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണോ വാക്യം? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ആണോ? നിങ്ങളുടെ വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. കാണിച്ചു തരണം. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുവാൻ വന്നവനല്ല, അവൻ പാപികളെ സൗഖ്യമാക്കാൻ വന്നവനാണ്. നാലാൾ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് എന്തെയ്യുന്നറിയാമോ? സുവിശേഷം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് മേൽക്കൂര പൊളിച്ച് ആളുകളുടെ ആ തിക്കം കാരണം അവരുടെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് വഴിയായി ഇവര് ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ? ഈ പക്ഷപാതക്കാരന് സൗഖ്യം കൊടുക്കാനാ. പക്ഷേ കർത്താവ് പറഞ്ഞെന്നറിയാമോ? ആദ്യം അവനോട് പറഞ്ഞു, നീ അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനോട് പറഞ്ഞു, സ്നേഹിത, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവര് ആവർത്തിച്ചു പറഞ്ഞു, ചോദിച്ചു, പാപമോചനവും കൂടെ കൊടുക്കുന്ന ഇവനാരാണ്? ഇവൻ പാപമോചനം നൽകുന്നവനാണ്. പാപമോചനമാണ് ആവശ്യം, രോഗസൗഖ്യമല്ല. പാപമോചനമാണ് ആവശ്യം. കർത്താവ് പറഞ്ഞു, പാപം മോചിച്ചു കൊടുക്കുവാൻ, രോഗസൗഖ്യം നൽകുവാൻ അനേകരുണ്ട്, ഇല്ലേ? ഇവിടെ രോഗസൗഖ്യം നൽകുവാൻ വൈദ്യരുണ്ട്. ഇവിടെ രോഗസൗഖ്യം നൽകുവാൻ മരുന്നുണ്ട്. എന്നാൽ ആർക്ക് ഇവിടെ പാപമോചനം കൊടുക്കുവാൻ സാധിക്കും? ആർക്കും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവൻ പാപവിമോചകനാണ്. ചിലര് രോഗസൗഖ്യം കിട്ടിയത് കൊണ്ടാ ഇവരുടെ പിന്നാലെ കൂടിയേക്കുന്നത്. ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരെയും കുറ്റം പറയുന്നില്ല, പറയട്ടെ. എനിക്ക് ഇന്ന് രോഗം മാറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ യേശുവിന്റെ കൂടെ കൂടി പറയട്ടെ. പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യം കിട്ടിയിട്ടും പാപസൗഖ്യം കിട്ടി
എന്ത് കാര്യം? രോഗസൗഖ്യം കിട്ടിയിട്ടും പാപമോചനം ലഭിച്ചില്ലെങ്കിൽ എന്ത് കാര്യം? ആകർഷം. അവൻ രോഗസൗഖ്യം കൊടുക്കാൻ വന്നവനല്ല, അവൻ പാപങ്ങളുടെ വിമോചകനായി കടന്നു വന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവരെ യേശുവിന്റെ പേർ വിളിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു പാപവിമോചകനാണ്. യേശു ക്രിസ്തു മാത്രം പാപവിമോചകൻ. ഇവിടെ രോഗസൗഖ്യം കൊടുക്കുവാൻ അനേകരുണ്ട്, എന്നാൽ പാപമോചനം കൊടുക്കുവാൻ ഇവിടെ മറ്റൊരാളില്ല. മനക്കുണമേ കേട്ടുകൊള്ളാം. യേശു ക്രിസ്തു ആരാണ്? അവരുടെ പാപത്തെ പരിഹരിക്കുന്നവരാണ്. ഏത് കൊടിയ പാപത്തെയും പരിഹരിക്കുവാൻ അവൻ മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു വ്യക്തി പ്രഭാവമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, ഒരേ ഒരു നാമം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവൻ രോഗസൗഖ്യം കൊടുത്തു, പിന്നെ അവൻ ആഹാരം കൊടുത്തു, പിന്നെ അവൻ നല്ല ഉപദേശം കൊടുത്തു, പിന്നെ അവൻ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു. എല്ലാം ശരിയാ. ഇതെല്ലാം യാദൃച്ഛിക അവസരത്തിനും ആവശ്യത്തിനും അനുസരിച്ച് ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇവിടെ രോഗസൗഖ്യമുണ്ട്, എല്ലാവരും വരണം. ഇന്ന് അങ്ങനെയുള്ള ബോർഡുകളൊക്കെ അല്ലേ നമ്മൾ പലയിടത്തും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പാപമോചനം നൽകുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ സമയം അവസാനിച്ചു. ഞാൻ 2 പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. 5 പോയിന്റും ഉണ്ടാവും വന്നത്. പക്ഷെ എന്റെ സമയം അവസാനിച്ചു. ഞാൻ ഒരേ ഒരു കാര്യം കൂടെ മാത്രം ഓർപ്പിക്കട്ടെ. കയ്യപ്പാവ് പറഞ്ഞ ഒരാശയം കൂടെ ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 49 മുതൽ ഉള്ള വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 49 മുതൽ. അവർ കണ്ണു നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അവിടെ കയ്യപ്പാവ് പറയുന്ന ഒരു വാക്കുണ്ട്. അവരിലൊരുത്തൻ, ആ സമത്സരത്തെ മഹാപുരോഹിതനായ കയ്യപ്പാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവൻ നശിച്ചു പോകാതിരിക്കുവാൻ ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ദി. ഒരു മനുഷ്യൻ ജാതികൾക്ക് വേണ്ടി മരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആശയം സമം കിട്ടിയെങ്കിലും പറയട്ടെ, ഇവൻ മരിക്കുവാൻ കൊള്ളാവുന്നവനാണ്. ഇവൻ മരിക്കുവാൻ കൊള്ളാവുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടി മരിച്ചവൻ? ജനം മുഴുവനും നശിച്ചു പോകാതിരിക്കുവാൻ, ജനം മുഴുവൻ നശിച്ചു പോകാതിരിക്കുവാൻ, ഒരുവൻ ജനത്തിനു വേണ്ടി, ജാതികൾക്ക് വേണ്ടി ചിതറിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഒന്നായി ചേർക്കുവാൻ ഇവൻ മരിക്കുവാൻ കൊള്ളാവുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇവൻ മരിക്കുവാൻ കൊള്ളാവുന്നവനാണ്. ഉലക ചരിത്രത്തിൽ മരിക്കുവാൻ യോഗ്യൻ ഒരേ ഒരുവനെയുള്ളൂ. സ്തോത്രം. അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ മാത്രമേ ഉള്ളൂ നമ്മുടെ പാപപരിഹാരാർത്ഥമായി മരിക്കുവാൻ. പഴയ നിയമത്തിലെ യാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ പ്രവചിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വാസ്തവമായ അർത്ഥമെന്ന് പറയുന്നത് ഞാൻ വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ പാപങ്ങൾക്ക് പരിഹാരമായി അവനവന്റെ അവസ്ഥയനുസരിച്ച് ഒരു യാഗം നടത്തണം. അത് കുറുപ്രാവായിരിക്കാം, അത് അട്ടുവച്ചനായിരിക്കാം, അത് കാളക്കിടാവായിരിക്കാം. ഈ യാഗം നടക്കുമ്പോഴാണ് അവന് പാപത്തിന് പരിഹാരം വരുന്നത്. പാപം ചെയ്തതിലേക്ക് മരിക്കണം. അതാണ് ദൈവസന്നിധിയിലെ നീതി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും. സ്തോത്രം. ആരെയും കാണാനത് കൊണ്ട് ഞാന്
സ്തോത്രം. കരിയുവാനിടയായി. എന്നാൽ യഹൂദാഗോത്രത്തിന്റെ സിംഹമായ ഒരുവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്രയെ പൊട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ മരിക്കുവാൻ കൊള്ളാവുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ പാവിക്ക് വേണ്ടി മരിക്കുവാൻ കൊള്ളാവുന്നവനായിരുന്നു. പഴയ നിയമത്തിലെ ആ യാഗത്തിന് പ്രത്യേകത, ആ യാഗമൃഗത്തിന് എന്തുണ്ടാകാൻ പാടില്ല? ഊനമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവ് സർവാംഗ സുന്ദരനായിരുന്നു. അവൻ ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായിരുന്നു. അവൻ അടിതൊട്ട് മുടി വരെ യാതൊരു ഊനവുമില്ലാത്തവനായിരുന്നു. അവൻ ഏറ്റവും യോഗ്യനായിരുന്നു. ദൈവം ഒരുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ്. യോഹന്നാൻ അവനെ നോക്കി വിളിച്ചു പറയുവാനിടയായി, ഇതാ ലോകത്തിന്റെ പാപം ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ലോകത്തിന്റെ പാപം ചുമന്ന് നീക്കുവാൻ പാപപരിഹാരാർത്ഥമായി ഒരു യാഗം നടക്കേണ്ടിയിരുന്നു. ആ യാഗമാണ് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു ഇതിലേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയിൽ കഴിക്കുവാനിടയായി തീർന്നത്. ഏകവും സമ്പൂർണവുമായ യാഗം, ഇതുവരെ യാഗവും ആവശ്യമില്ലാതെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വർഗത്തിലെ ദൈവപുത്രനെ ക്രൂശിന്മേൽ കയറ്റുവാനിടയായി. അവൻ പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ. പക്ഷേ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് സ്വർഗത്തിൽ ദൈവം അവനെ പാപമാക്കി തീർത്തു. യെശയ്യാപ്രവാചകൻ പറയുകയാണ്, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഇനി അവൻ എന്ത് ചെയ്യണം? ഇനി അവനെ അറുക്കാം. ഇനി മൃഗത്തെ യാഗമർപ്പിക്കാം. എന്റെ നിങ്ങളുടെയും സർവ പാപവും വഹിച്ച് മരിക്കുവാൻ കൊള്ളാവുന്ന ഒരേ ഒരു കുഞ്ഞാണ് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവനിടനെ വെട്ടുവാനിടയായി. കാൽവരി ക്രൂശിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപപരിഹാരാർത്ഥമായി യാഗമായി തീർന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ മേലിൽ നിന്ന് സ്വർഗമഹിമകളെ വെടിഞ്ഞ് നമുക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് കടന്നു വന്നവനാണ്. അവൻ ദൈവത്തോട് ഒപ്പുവരുന്നവനാണ്. അവൻ മനുഷ്യന് പാപവിമോചകനായി വന്നവനാണ്. ഒടുവിൽ കാൽവരി ക്രൂശിൽ അവൻ ഇരുകരികൾ വെടിഞ്ഞിരിച്ചു കൊടുത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപപരിഹാരാർത്ഥമായി യാഗമായി തീരുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, വിവരിച്ചാൽ തീരുകയില്ല, ഇവരെ പറഞ്ഞാൽ തീരുകയില്ല, ഇവരെ വർണ്ണിച്ചാൽ അവസാനിക്കുകയില്ല. സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവൻ മരിക്കുവാൻ എന്റെ പ്രിയ സ്നേഹിതനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒന്ന് പറയട്ടെ, ഇവൻ അങ്ങയുടെ പാപങ്ങൾക്ക് വേണ്ടി, താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ സ്വർഗം വേണ്ടി ഇറങ്ങി വന്നവരാണ്. താങ്കളെ പ്രതി സ്വർഗ മഹിമ വെടിഞ്ഞവരാണ്. താങ്കളെ സമ്പന്നനാക്കി തീർക്കുവാൻ ഇറങ്ങി വന്നവരാണ്. അവനെ പാപവിമോചകനായി എറിയണം. അവനെ പാപമോചകനായി എറിയണം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവരെയും കാൽവരിയുടെ കുലക്കണത്തിൽ ഊറ്റിത്തന്ന് എന്റെയും നിങ്ങളെയും പാപത്തിൽ നിന്ന്, ആ പാപത്തിന്റെ കടോരമായ ആ കുഴിയിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് ഓരിയിടിക്കുവാൻ, വീണ്ടെടുക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. താങ്കളുടെ പാപം പരിഹരിക്കുവാൻ ഈ യേശുക്രിസ്തുവിന്റെ രക്തം പര്യാപ്തമാണ്. അവൻ മാത്രമേ ഉള്ളൂ പാപപരിഹാരാർത്ഥമായി മരിച്ചവൻ. ചോദ്യം, ഇവരാരാണ്? ശിഷ്യന്മാരോട് ചോദിച്ചതിന്റെ തൊട്ട് താഴെ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നു, പുരുഷാരെന്ത് പറയുന്നു എന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ തന്നെ ഈ ചോദ്യം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനിടയായി തീരട്ടെ. അവനെ പാപവിമോചകനായി, അവനെ ദൈവമായി സ്വർഗത്തിൽ ഇറങ്ങി വന്നവനായി, അവന്റെ പാപപരിഹാരാർത്ഥമായി മരിക്കുവാൻ യോഗ്യനായ, മരിക്കുവാൻ കൊള്ളാവുന്നവനായി അംഗീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കിടയായി തീരുമോ? ഞാനൊരു പാപിയാണ് എന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കണം. എന്റെ പാപങ്ങൾക്ക് പരിഹാരാർത്ഥമായി സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ്, അല്ലയോ ദൈവമേ, അവിടുന്ന് എനിക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
വന്നല്ലോ. പാപവിമോചകനായി അവിടുത്തെ ഞാൻ അംഗീകരിക്കുന്നു. എന്റെ പാപങ്ങളുടെ പരിഹാരമാണ് ആ കാൽവരി ക്രൂശിൽ അവിടുന്ന് രക്തം ചൊരിഞ്ഞു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണമേ, എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണമേ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ന്യായവിധിക്ക് കാരണമായി തീരാതിരിക്കുവാൻ നിങ്ങൾ രക്ഷിതാവിനെ കണ്ടെത്തണം. നിങ്ങൾ ഈ സ്വർഗത്തിലെ ദൈവത്തെ അറിയണം. അവനാരാണെന്ന് മനസ്സിലാക്കി ഈ പ്രവാസകാലം വയത്തോടെ കഴിക്കുവാനിടയായിത്തീരണം. അവനെ സേവിച്ചു മാറ്റി ജീവിച്ച അവൻ നല്ലറിയുവാനും ഇടയായിത്തീരും. എനിക്ക് അവസരം ദൈവസഭയോട് ഹൃദയമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഉറപ്പിക്കുന്നു. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ഹൃദയത്തിൽ നാം മാത്രമായിട്ട്